ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. അധികം ആരും പുറംനാട്ടിൽ നിന്നും കടന്നു ചെല്ലാത്ത ഒരു കുഗ്രാമം, അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ കാട്. ആ കാട്ടിൽ വലിയൊരു നിധിയുണ്ട് എന്നാണ് ആ നാട്ടിലെ എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും അത് ഈ കാട് വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന്റെ പിന്നിലും ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അങ്ങനെ ഈ കഥകളെല്ലാം കേട്ട് ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ആ നിധി എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. കൂടെ തന്നെ അവർ കണ്ടെടുത്ത ആ നിധി കാണാതാവുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഈ ഒരു കഥയിലേക്ക് പോയിട്ട് കേൾക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യ. കഥയുടെ ആരംഭത്തിൽ ഒരു ഫോറസ്റ്റിലൂടെ 3 കള്ളന്മാര് ഒരു പ്രത്യേകതരം വേഷവും കിട്ടി അവിടെ ഉണ്ടായിരുന്ന പുരാതനമായ ഒരു ക്ഷേത്രത്തിലെ ഒരു നിധി അടിച്ചു മാറ്റി ആ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ ഓടിയിട്ടും ഈ കാട് വിട്ട് പുറത്തു കടക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഒരു ചുരുളി പോലെ തന്നെ അവർ വീണ്ടും 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 അതേ ആ ഒരു പ്രതിഷ്ഠയുണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് തന്നെ വന്ന് നിൽക്കുകയാണ്. ഇതിനുശേഷം സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ടുള്ള രഘുവിനെ കാണിക്കുകയാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഈ കടമ്പ രാജവംശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരാവസ്തുക്കളുണ്ട്. അതെല്ലാം റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു ടീമിൽപ്പെട്ട ആളാണ് ഈ രഘു. മാത്രമല്ല ഈ പട്ടിക്കാട്ടിൽ നിന്ന് രഘുവിന് ആകെ മടുപ്പായിട്ടുണ്ട്. അപ്പൊ അവന്റെ സീനിയർ ഓഫീസറോട് ചോദിക്കുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ മേടിച്ചു തരുമോ? എനിക്ക് എന്റെ നാട്ടിൽ പോയിട്ട് ഒന്നും നിൽക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് സാറേ. ഇതേ സമയത്തിന് അവന്റെ സീനിയർ പറയുന്നത് കുറച്ചുകൂടെ ഗവേഷണങ്ങൾ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയണം. ഇതിനുശേഷം ഈ കഥയുടെ ഹീറോ ആയിട്ടുള്ള വരതയെ കാണിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള ദയുണ്ട്, അതുപോലെ തന്നെ ബാബു ബാലു രണ്ടുപേരുണ്ട്. ഇവരെന്തോ ഒരു പഴയ കലാരൂപമുണ്ട്, ഈ തെയ്യം കോലംതുള്ളി അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ അവരുടെ നാട്ടിലുള്ള ഒരു കലാരൂപമുണ്ട്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊടുക്കുക. ഒരു മത്സരം പോലെ ഈ കലാരൂപം ഇവിടെ നടക്കാറുണ്ട്. സോ വരദ ഇത് അവന്റെ മുതലാളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ദയക്കാണെങ്കിൽ ഈ കാര്യത്തിൽ ഒട്ടും ഇഷ്ടമല്ല. നീ അയാളുടെ കീഴിൽ ഇങ്ങനെ അടിമയെ പോലെ നിന്നോന്ന് പറയാം. എന്നാൽ വരദയ്ക്കാണെങ്കിൽ അവന്റെ മുതലാളി കഴിഞ്ഞേ ബാക്കി ആരുള്ളൂ. എന്തായാലും ഇവരുടെ ആ ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ചധികം മയിൽപീലികളുടെ ആവശ്യമുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് ഇവർ നേരെ ഫോറസ്റ്റിലേക്ക് പോകുന്നുണ്ട്. മയിലുകളെ കൊല്ലുന്നൊന്നുമില്ല, അതിന്റെ പൊഴിഞ്ഞു വീണ തൂവലുകളാണ് ഇവർ ശേഖരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഫോറസ്റ്റുകാർ ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റുകാരെ കണ്ടപാട് തന്നെ ദയ, ബാബു, ബാലു ഓടിച്ചെന്ന് കാല് പിടിച്ച് കരയുന്നുണ്ട്. എന്നാൽ വരദ് നല്ല അഹങ്കാരത്തിൽ നിൽക്കുകയാണ്. സാറേ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിലത്ത് വീണെടുക്കുന്ന തൂവല് അത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഫോറസ്റ്റുകാർ അത് കേൾക്കും. ഇവർ 4 പേരെയും തൂക്കിയെടുത്ത് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകാം. അധികം നേരം കഴിഞ്ഞില്ല, വരദയുടെ മുതലാളിയായിട്ടുള്ള റെഡ്ഡി അങ്ങോട്ടേക്ക് വരിക. ഇയാൾ വന്നപാട് തന്നെ പറയുന്നത് എന്തിനാ എന്റെ പിള്ളേരെ അറസ്റ്റ് ചെയ്തത്? ആ സമയത്ത് പോലീസുകാരല്ല ഫോറസ്റ്റുകാർ പറയണം ഇവർ കാട്ടിൽ കയറി, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ കാട്ടിൽ കയറുക? ഇപ്പൊ ഈ റെഡ്ഡി പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയത് ഒരു മൃഗങ്ങളെ കൊല്ലാനൊന്നുമല്ല, അവിടെ വെറുതെ കിടക്കുന്ന തൂവലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ അടുത്ത കാലത്തല്ലേ, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഈ ചടങ്ങും ആചാരങ്ങളും ഇത് എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് വല്ലാതെ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. പിന്നീട് അയാളുടെ മുന്നിലേക്ക് ഒരു കെട്ട് കാശ് ഇട്ടെടുത്ത് തന്റെ പിള്ളേരെ ഇറക്കിക്കൊണ്ട് റെഡ്ഡി നേരെ അവരുടെ ക്ഷേത്രത്തിലേക്ക് പോകണം. അവിടെ വെച്ച് ചില പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ സമയത്ത് നാട്ടുകാരിൽ ഒരാൾ വന്നിട്ട്, ചേട്ടാ അവിടെ ആരൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ കുഴിയെല്ലാം തോണ്ടുന്നുണ്ട്, ഒന്ന് പോയി നോക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പോയി നോക്കുമ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ രഘു ഉണ്ടല്ലോ, അയാളും അയാളുടെ ആൾക്കാരും വന്നിട്ടാണ് ഈ പര്യവേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ പഴയ കൽക്കുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, സോ അതിന്റെ ആ ഒരു ഭാഗം കുഴിച്ചുകൊടുക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന വരദയും അതുപോലെ തന്നെ അവന്റെ മുതലാളിയായിട്ടുള്ള റെഡ്ഡിയും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. വരദ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തട്ടിക്കേറി അങ്ങോട്ട് ചൂടായി സംസാരിക്കും. ഇത് കണ്ട് രഘുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൊടുക്കുകയാണ് വരദേന്റെ ചെവട നോക്കി ഒരേറ്റ അടിയാണ്. രഘു ഇവരൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതിനുള്ള എക്സ്പീരിയൻസ് അയാൾക്കുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ രഘു എല്ലാവരോടും പറയുന്നുണ്ട്, വെറുതെ എന്നെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട, സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാണ്, തൊട്ടിട്ടുണ്ടെങ്കിൽ കളി മാറുന്നു പറയാം. ഇത് കേട്ടപ്പോൾ റെഡ്ഡിക്കും ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. എന്നാൽ അത് മുഖത്ത് കാണിക്കാതെ ഓക്കെ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ ചെയ്തോ, പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനിപ്പോ ഒരു എല്ലിന്റെ കഷ്ണമായാലും അത് എന്നോട് പറയണമെന്ന് പറയാം. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ആളായിട്ട് റെഡ്ഡി അവിടുന്ന് പോവാണ്. ഈ സമയത്ത് രഘു അവന്റെ ആളോട് പറയണം, വലിയ ആള് ഈ നാട്ടിലെ രാജാവാണെന്നാ അവന്റെ വിചാരം. അവനെന്താ പട്ടിയാണോ? എല്ലും കഷ്ണമൊക്കെ കിട്ടി അപ്പൊ തന്നെ അവനെ വിളിക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ആ ഗ്രാമത്തിലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ അതിലൂടെ പോകുന്നുണ്ട്. അവര് ഈ രഘുവിന് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. സാറേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ പേടിപ്പിക്കാം, പക്ഷേ ഈ നാട്ടിലെ കാവൽ ദൈവമായിട്ട് ഒരാളുണ്ട്, മാരിസ്വാമിയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത് കേട്ടപ്പോൾ രഘുവിന് ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ട്. ഇതിനുശേഷം റെഡ്ഡിയുടെ വീട്ടിൽ കാണിക്കാം. അവിടെ തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ് വരദയുടെ അച്ഛൻ്റെ ആൾ. അപ്പൊ അവിടെ കുറെ പഴയ കല്ലുകളുണ്ട്, അതെല്ലാം വരദയുടെ അച്ഛൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറം തന്നെ റെഡ്ഡി ഉണ്ട് കേട്ടോ. അപ്പൊ റെഡ്ഡിയോട് വരദയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇതുപോലെ കുറെ കല്ലുകൾ ആ കാട്ടിൽ കിടക്കുന്നുണ്ടല്ലോ. അത് കേട്ടപാട് തന്നെ റെഡ്ഡി, ഇതുപോലത്തെ കല്ലുകളോ? ഇനി എവിടുന്ന് ഇങ്ങനത്തെ കല്ലുകൾ കിട്ടിയാലും നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്, ഞാൻ കാശ് തരാന്ന് പറയാം. എന്തായാലും ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആ കല്ലുകളിൽ രഹസ്യമായിട്ട് കൊത്തിവെച്ച കുറെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ വായിച്ച് പഠിക്കുകയാണ് ഈ റെഡ്ഡി. കാരണം എന്താണെന്നറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഏരിയയിൽ ഒരു രാജവംശം ഉണ്ടായിരുന്നു, കടമ്പ രാജവംശം. അവരുടെ ഏതോ ഒരു നിധി ഈ കാട്ടിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കഥ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. ആ നിധി തേടിയാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഈ റെഡ്ഡിയും ഈ കല്ലുകൾക്ക് പിന്നാലെ ഇങ്ങനെ പോകുന്നത്. കാരണം ആ കല്ലുകളിൽ വെറും എഴുത്തല്ല, അതിൽ ചില കോഡുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അത് തേടിയാണ് ഇവർ നടക്കുന്നത്. ഇതിനുശേഷം വരദയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവന്റെ പെങ്ങളെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. അവർക്ക്
നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്തായാലും കല്യാണം നടത്താൻ തന്നെ വരദ തീരുമാനിക്കുകയാണ് കേട്ടോ. പക്ഷെ അതിന് നല്ല കാശ് ആവശ്യമുണ്ട്. ഇപ്പൊ ദയയുടെ കൂടെ ടൗണിലേക്ക് പോവാണ്. ആ സമയത്ത് വരദ പറയുന്നുണ്ട്, എടാ കയ്യിൽ കാശൊന്നുമില്ല, ഇതിപ്പോ എങ്ങനെ നടത്തുന്ന എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. ഇപ്പൊ ദയ പറയണ, എടാ നീ പേടിക്കണ്ട, എന്തായാലും എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഞാൻ അത് തന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാം. എന്നാലും അതുകൊണ്ടൊന്നും തികയില്ല, ഞാൻ എന്തായാലും മുതലാളിയുടെ വീട്ടിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരദ നേരെ റെഡ്ഡിയുടെ വീട്ടിലേക്ക് പോവാണ്. പോയപ്പോൾ അയാളുടെ ഭാര്യ താഴെയുണ്ട്. അതുപോലെ തന്നെ മേലെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചു നോക്കുമ്പോൾ ഈ റെഡ്ഡി എന്തോ വൈകി താഴെ വീണിട്ടുണ്ടായിരുന്നു. അയാളെ പിന്നീട് വരദ തന്നെയാണ് എഴുന്നേൽപ്പിച്ച് കസേലയിൽ ഇരുത്തുന്നതും അതുപോലെ തന്നെ കാല് ഒഴിഞ്ഞു കൊടുക്കുന്നതും. ഈ നേരത്താണ് അവിടെ വെച്ച കുറെ പഴയ കല്ലുകൾ വരദ കാണുന്നത്. ഇതെന്താ ചേട്ടാ, ഇത്രയും നല്ല വീട്ടിൽ ഇങ്ങനത്തെ കല്ലുകളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട്? ഇപ്പൊ റെഡ്ഡി പറയണത്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ, ഇതെല്ലാം കൂട്ടി വെച്ച് ഞാനൊരു മ്യൂസിയം തുടങ്ങാൻ പോവാ. എന്തായാലും കാണാൻ ഒരു രസമൊക്കെ ഉണ്ട് എന്ന് വരദ പറയാണ്. അതുപോലെ തന്നെ വരദ അവന്റെ ആവശ്യം പറയുന്നുണ്ട്, ചേട്ടാ ഇങ്ങനെയൊക്കെ ഒരു കല്യാണം വന്നിട്ടുണ്ട്, പെങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു, ഒരു ഇച്ചിരി കാശ് കടായിട്ട് തരികയാണെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു തരും. എന്നാൽ അപ്പം തന്നെ റെഡ്ഡി പറയണം, പിന്നെ കാശൊന്നും തരാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ആദ്യത്തെ പോലെ കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വരദയെ പറഞ്ഞയക്കാണ്. അവനാകെ ടെൻഷനായി പോവാണ് കേട്ടോ. കാരണം അവന് ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, റെഡ്ഡി മുതലാളി ഇയാൾ എന്തായാലും സഹായിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇവിടെ വെച്ച് ഇല്ലാതാവുകയാണ്. അങ്ങനെ അന്ന് രാത്രിയായി. കൂട്ടുകാരുടെ കൂടെ പോയിട്ട് മയിലാട്ടം പോലെയുള്ള എന്തോ ഒരു പരിപാടിയാണ്, എനിക്കറിയില്ല അതിന്റെ പേര്. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ പഴയ എന്തൊക്കെയോ കഥകൾ പറയുന്നത്. പണ്ട് ഈ നാട്ടിൽ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ഒന്നും കൊടുത്ത് അവർ സഹായിക്കില്ല. ആ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ ഒരു കള്ളൻ വന്ന് അവരുടെ സമ്പത്തെല്ലാം എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ മാരിസ്വാമിയും ആ കള്ളനെ സഹായിച്ചു. നമ്മൾ ഈ നടത്തുന്ന കലാരൂപം ഉണ്ടല്ലോ, ഈ കലാരൂപത്തിന്റെ ബേസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് കേട്ട സമയത്ത് വരദയ്ക്കും തോന്നുകയാണ്, ഉള്ളവന്റെ കയ്യിൽ നിന്ന് തീരെ ഇല്ലാത്തവൻ കുറച്ച് കാശ് അടിച്ചു മാറ്റുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പിന്നീട് അവിടുന്ന് പോയിട്ട് നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. പിന്നീട് അവനൊരു കാര്യം തീരുമാനിക്കുകയാണ്, റെഡ്ഡിയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അയാൾ നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിലാണ് വരദയുടെ മുട്ട. നൈസായിട്ട് കല്ലെടുത്തുകൊണ്ട് അവൻ ആ രാത്രി തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഏതോ ശബ്ദം കേട്ട് റെഡ്ഡി ഗണ്ണെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അയാൾ എടുത്തു വെച്ച ആ ഒരു കല്ലാണെങ്കിൽ അവിടെ കാണാനുമില്ല. എന്തായാലും ഈ കല്ലുമായിട്ട് വരദ നേരെ ചെല്ലുന്നത് രഘുവിന്റെ അടുത്തേക്കാണ്. ആ ആർക്കിയോളജി ഓഫീസർ ഉണ്ടല്ലോ, അയാൾ തന്നെ പോയപാടിനെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു, ക്ഷമിക്കണം. പിന്നെ എന്റെ മുതലാളി ഇതാ ഈ കാണുന്ന കല്ലുണ്ടല്ലോ, ഇതിലുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട് കുറേ ദിവസമായി ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും വായിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. രഘു ഇപ്പോൾ അത് നന്നായിട്ട് എടുത്ത് വായിച്ചു നോക്കുകയാണ്. നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു. പഴയ കടമ്പ രാജവംശം അവർ ഉപേക്ഷിച്ചു പോയ അവരുടെ ഒരു നിധി അത് ഈ കാട്ടിൽ എവിടെയോ മറിഞ്ഞു കിടപ്പുണ്ട്. ഇത് കേട്ടപാട് തന്നെ വരദയുടെ ഉള്ളിൽ ലഡ്ഡു പൊട്ടുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ആ ഒരു നിധി കൈക്കലാക്കണം. അതുപോലെ തന്നെ രഘു ഉണ്ടല്ലോ, അവന്റെ സീനിയർ ഓഫീസർ, അവിടുത്തെ പൊളിറ്റീഷ്യന്മാർ ഇവരുടെയൊക്കെ കാല് നക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും ഈ പട്ടിക്കാട്ടിൽ നിന്നും സിറ്റിയിലേക്ക് അവന് സ്ഥലം മാറിപ്പോണം. അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കാശ് വരെ കയ്യിൽ നിറക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ കാണിക്കുന്നത് ആ നാട്ടിലെ പൂജാരിയായിട്ടുള്ള പൂജാരി കൃഷ്ണയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട് കേട്ടോ, ദീപക് നവേന്. ഈ ദീപകിന് ഈ പട്ടിക്കാട്ടിൽ നിന്നും മടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ എങ്ങനെയെങ്കിലും പുറനാട്ടിൽ പോയിട്ട് ജോലി ചെയ്യണം. എന്നാൽ എത്ര ചോദിച്ചാലും അവന്റെ അച്ഛൻ സമ്മതം കൊടുക്കില്ല. അവസാനം അവൻ കുറച്ച് രൂക്ഷമായിട്ട് അച്ഛനോട് പറയാണ്. ദേഷ്യം വന്ന കൃഷ്ണ അവന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി അടിച്ചിട്ട് പറയാണ്, ഒരു കാരണവശാലും നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. എന്നാൽ ദീപക് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയിരിക്കും അച്ഛ. അതുപോലെ തന്നെ നമ്മുടെ വരദ ഇന്നലെ രാത്രി അവൻ കയറിയതാണ് എന്ന് സംശയം റെഡ്ഡിക്ക് തോന്നാതിരിക്കാനായിട്ട് രാവിലെ തന്നെ അവനും ബാബുവും ബാലും കൂടെ പണിക്ക് വന്നിരിക്കുക. പിന്നീട് മുതലാളി ഒന്ന് തല കാണിച്ചുകൊണ്ട് ഇവര് മൂന്നുപേരും പറമ്പിലേക്ക് പോവാണ്. ഈ സമയത്ത് ബാബു വരദയോട് ഒരു കാര്യം പറയാണ്, എടാ അന്ന് അവിടെ കുഴി തോണ്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ രഘു, അയാളും അയാളുടെ ആൾക്കാരും കൂടെ നിധി തപ്പാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് കേട്ടപാടിനെ വരദ പറയണം, ഒന്ന് പോയടാ അവിടുന്ന്, നിധിയെ നമ്മുടെ ഈ കാട്ടിലോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മുതലാളി വരുന്നുണ്ട്. മുതലാളി പറയാണ്, ഓഹോ അപ്പൊ ഇവിടെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. മുതലാളി പിന്നീട് നേരെ ഈ രഘുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പോയപാട് തന്നെ റെഡ്ഡി മുതലാളി ഒരു കാര്യം രഘുവിനോട് പറയാണ്, സാറേ ഇവിടുന്ന് എന്ത് കിട്ടിയാലും അത് എന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. കാരണം ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് പണ്ടത്തെ റോയൽ ഫാമിലിയാണ്. ഇത് കേട്ട സമയത്ത് രഘു ഉണ്ടല്ലോ ഈ റെഡ്ഡിയെ പുച്ഛിച്ച് വിടുകയാണ്, ഒന്ന് പോയടാ അവിടെ, നിധി തേടാൻ വന്നിന് പോലും. നിധി നിനക്ക് ഉണ്ട തരും, ഉണ്ട, ഞങ്ങൾ തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക, അപ്പാണ് നിന്റെ ഒരു നിധി. റെഡ്ഡിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ശരിയാടാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഈ രഘു അവിടെ നിൽക്കുന്ന സമയത്ത് ബാബു സൈക്കിളിൽ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പെട്ടെന്നാണ് രഘു റോഡിന്റെ നടുവിലേക്ക് വരുന്നത്. ബാബു പോയിട്ട് അയാളുടെ ദേഹത്ത് ഇപ്പൊ കുത്തണ്ടായിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ അവൻ വളച്ചത് കൊണ്ട് അവൻ അവിടെ തെറിച്ച് തലയും തട്ടി വീഴുന്നുണ്ട്. അവന്റെ സൈക്കിളാണെങ്കിൽ നേരെ അപ്പുറത്തുണ്ടായിരുന്ന വെള്ളക്കെട്ടിൽ പോയി വീഴുകയാണ് കേട്ടോ. പിന്നീട് രഘുവിന്റെ ആൾക്കാരെ ആ ഒരു സൈക്കിൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ അവിടെ വെച്ച് വേറൊരു കല്ല് ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ കല്ലിൽ എഴുതി വെച്ച കാര്യങ്ങൾ കണ്ട് രഘു ഞെട്ടിപ്പോവാണ്. അതായത് ഇന്നലെ രാത്രി വരദ കൊണ്ടുവന്ന ആ ഒരു കല്ലിന്റെ ബാക്കിയായിരുന്നു ഈ കല്ല്. എന്തോ ചില കാര്യങ്ങൾ മനസ്സിലായ രഘു ഉണ്ടല്ലോ അന്ന് രാത്രി തന്നെ വരദയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എടാ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ, എനിക്കിന്നൊരു കല്ല് കിട്ടി കേട്ടോ, നീ ഇന്നലെ കൊണ്ടുവന്ന കല്ലിന്റെ ബാക്കിയാണ്, അതായത് ആ നിധിയിലേക്ക് പോകാനുള്ള വഴിയാണ് ആ കല്ലിൽ ഉണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും ആ നിധി കണ്ടുപിടിക്കണം. പാതി നിനക്ക് പാതി എനിക്ക്. അതുപോലെ തന്നെ ഈ നിധി എടുക്കാനുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് നീ തന്നെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് വരദയുടെ കയ്യിൽ രഘു കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട്. ഈ കാശുമായിട്ട് വരദ നേരെ പോകുന്നത് അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. എന്നാൽ കൂട്ടുകാരോട് നിധി എടുക്കാൻ പോവുക എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. ഈ രഘു ഒരു ജോലി തന്നിട്ടുണ്ട്, അതിനായിട്ട് കാശും തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ
പോവാ. എന്നിട്ട് എല്ലാവർക്കും കാശ് വീതിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ബാബുവിനും ബാലുവിനും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ബാബുവിന് കിട്ടിയ കാശ് അവൻ നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മുടെ റെഡ്ഡി മുതലാളിയുടെ കയ്യിലാണ്. കിട്ടിയ കാശ് നേരെ മുതലാളിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മുതലാളി എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാട്ടാ, അപ്പൊ ഇനി മുതൽ ഞാൻ തോട്ടപ്പണിക്ക് വരില്ല, അതുപോലെ തന്നെ അടുത്ത മാസത്തെ സാലറിയിൽ എന്റെ മുഴുവൻ കടവും ഞാൻ വീട്ടിക്കൊള്ളാകട്ടെ. ഇതും പറഞ്ഞ് ആശാൻ വലിയ എന്തൊക്കെയോ പ്രതീക്ഷയിൽ സൈക്കിളും ചവിട്ടി പോവാണ്. എന്നാൽ അപ്പൊ തന്നെ റെഡ്ഡിക്ക് ചില കാര്യങ്ങൾ കത്തി. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. എന്തായാലും രഘു പ്ലാൻ ചെയ്തതുപോലെ വരദയും അവന്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് നേരെ കാട്ടിലേക്ക് കയറുകയാണ്. പോകുന്ന വഴിയിൽ രഘുവിന് അറിയുന്ന പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കടമ്പ രാജവംശത്തിനെ കുറിച്ചും അവരുടെ ആ ഒരു ചരിത്രമൊക്കെ. അതുപോലെ തന്നെ കാട്ടിലേക്ക് കയറുന്ന വഴിയിൽ തന്നെയാണ് മാരിസ്വാമിയുടെ ആ ഒരു പ്രതിഷ്ഠ ഉള്ളത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ആ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട്, അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി, കാട്ടിലേക്ക് എന്തിനാ കയറുന്നതെന്ന് രഘുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ രഘു പറയുന്നുണ്ട്, സാറേ ഈ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും എന്റെ ഓഫീസിൽ നിന്നും അങ്ങോട്ടേക്ക് ആള് അധികം വൈകാതെ എത്തിക്കോളും കേട്ടോ. ഫോറസ്റ്റുകാരെ നൈസായിട്ട് തന്നെ രഘു ഡീൽ ചെയ്ത് വിടുന്നുണ്ട്. ഇതിനുശേഷം വരദയോട് രഘു കാര്യം പറയണം. അതായത് ആ കൽവെട്ടിൽ കണ്ട ഒരു കാര്യമുണ്ട്. കാട്ടില് 2 കുളങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും സ്ഥലം പറഞ്ഞ പാടിനെ വരദയ്ക്ക് മനസ്സിലായി. ഒരുമിച്ചുള്ള ആ 2 കുളമുള്ള സ്ഥലത്തേക്ക് ഇവരിപ്പോ വന്നിട്ടുണ്ട്. വന്ന പാട് തന്നെ വ്യത്യസ്തമായ ചില ശബ്ദങ്ങളിൽ അവിടുന്ന് ഇവർക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ വരദ, ദയ, ബാബു, ബാലു ഇവർ 3 പേരും ആകെ പേടിച്ചു പോവാണ് രഘുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. കാരണം അയാളുടെ മൂക്കുന്നെല്ലാം രക്തം വന്നുകൊണ്ടിരിക്കുക. പിന്നെ ആരും അവിടെ നിന്നില്ല, വേഗം തന്നെ ഇവിടുന്ന് തിരിഞ്ഞോടുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ വരദയോട് രഘു ഒരു കാര്യം പറയുന്നുണ്ട്, എടാ ഇന്നലെ അവിടുന്ന് തിരിച്ചു വന്നത് മണ്ടത്തരായി പോയി. ഇന്നലെ എനിക്ക് എന്തോ ഒരു അലർജി വന്നതാണ്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അവിടുത്തെ ആ ഒരു സ്വാമി കാരണമൊന്നുമല്ല എന്റെ മൂക്കിന്ന് ചോര വന്നത്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ബാലുവും ബാബുവും വരുന്നുണ്ട്. ഇവന്മാര് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ ഇനി നമ്മൾ ആ കാട്ടിലേക്കില്ല, ആ ജോലി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് വയ്യ, പേടിയാണ്. ഇപ്പൊ ഇവര് 2 പേരെയും വരത് വിളിക്കണം, ഒന്നിങ്ങോട്ടേക്ക് വന്നേ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവരവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയിട്ട് സംസാരിക്കുന്നു. എടാ നിങ്ങൾ എന്തീ പറയുന്നത്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇനി ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്ന് പറയാണ്. ഇപ്പൊ ബാബുവും ബാലും പറയണ, വരദ പേടിയായിട്ടടാ മാരിസ്വാമി നമ്മൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയുണ്ടാ, ഇനിയിപ്പോ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വരാന്ന് പറയാണ്. ഇതിനുശേഷം നമ്മുടെ വരദയുടെ കൂട്ടുകാരുണ്ടല്ലോ ദയ, അവനെയും അവന്റെ എന്താ പറയാ പ്രണയിക്കുന്ന പെൺകുട്ടിയും കാണിക്കുകയാണ്. പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. അവളുടെ പേര് അംബിക എന്നാണ്. അംബികയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്. ഈ ഒരു പട്ടിക്കാട് ഇതെല്ലാം വിട്ട് പുറത്തേക്ക് പോകണം, സിറ്റിയിൽ ജീവിക്കണം, അവിടുത്തെ ലൈഫാണ് അവൾക്ക് കൂടുതൽ താല്പര്യം. ട്രെയിനിൽ കയറണം, ബസ്സിൽ കയറണം, അതുപോലെ തന്നെ വിമാനത്തിൽ വേറെ കയറണം, അതൊക്കെയാണ് അവളുടെ ആ ഒരു ആഗ്രഹങ്ങൾ. ഇതെല്ലാം കേട്ട സമയത്ത് ദയ പറയാണ്, ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഇപ്പൊ എനിക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അധികം വൈകാതെ നല്ലൊരു ജോലിയിലേക്ക് ഞാൻ മാറും, അപ്പൊ നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം വരദയെ കാണിക്കുകയാണ്. അതായത് കാശ് ഇതുവരെയായിട്ടും റെഡി ആയിട്ടില്ലല്ലോ, കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനിൽ അവൻ വീട്ടിലിരിക്കുമ്പോൾ അവന്റെ അനിയത്തി വന്നിട്ട് പറയണ, ചേട്ടാ വല്ലാതെ ബുദ്ധിമുട്ടി ഈ കല്യാണം ഒന്നും നടത്താൻ നിൽക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അപ്പൊ വരദ പറയാണ്, പെണ്ണെ നീ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതിനുശേഷം രഘുവിനെ കാണിക്കുകയാണ്. രഘു നേരെ പോകുന്നത് അവന്റെ സീനിയർ ഓഫീസറുടെ വീട്ടിലേക്കാണ്. എന്തിനാണ് പോയത് എന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു 50,000 രൂപയും കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ പോയിരിക്കുന്നത് ആ ട്രാൻസ്ഫർ ഓർഡർ അതെങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യണമെന്ന് പറയാനാണ്. അപ്പൊ സീനിയർ ഓഫീസർ പറയാണ്, അതിന് എക്സ്ട്രാ കുറച്ച് കാശ് ചെലവാകും, കുഴപ്പമില്ലല്ലോ സാറേ, ഒരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ ട്രാൻസ്ഫർ അതൊന്നും നിർത്തിത്താന്ന് പറയാം. ഇതിനുശേഷം വരദ അവനക്ക് കാട്ടിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം അവരുടെ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കട്ടോ. ഈ കാര്യം അവിടെ തുറാനിരിക്കുന്ന ഒന്നും ഇല്ലാതെ തോന്നുന്നു. എന്തായാലും അവിടെ കാട്ടിൽ വെളിക്ക് പോയി അവന്റെ അച്ഛൻ കാണാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ആ കല്ല് നല്ല രസമുണ്ട്, ഇതുപോലത്തെ കല്ല് മുതലാളിക്ക് കൊണ്ടുപോയി കൊടുത്താൽ കാശ് തരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് അത് നേരെ റെഡ്ഡി മുതലാളിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇതൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എന്റെ മോനുണ്ടല്ലോ, അവൻ കാട്ടിൽ നിന്ന് എന്തിനോ കൊണ്ടുവന്ന് വെച്ചാണ്, വീടിന്റെ പുറകു ഭാഗം ചെറുതായിട്ടൊന്ന് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ അതിനുവേണ്ടി അവൻ കൊണ്ടുവന്നതായിരിക്കും. എന്നാൽ അവന്റെ അച്ഛൻ അറിയില്ലല്ലോ ഈ കല്ലിന്റെ വില അത് എത്രത്തോളാണെന്ന്. എന്തായാലും ഇവിടെ വെച്ച് ഈ റെഡ്ഡി മുതലാളിക്ക് ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. അതായത് വരദയും ആ നിധിയുടെ പിന്നാലെയാണോ? അതുകൊണ്ട് തന്നെ അവനെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാളി നേരെ അവന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഡാ നീയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിധി ഉണ്ടല്ലോ, അത് എനിക്കും എന്റെ കുടുംബത്തിനും അവകാശപ്പെട്ടതാണ്, അതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്നോട് പറയണം, അല്ലാതെ സ്വന്തമായിട്ട് എടുക്കാൻ നോക്കിയാലുണ്ടല്ലോ. അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് റെഡ്ഡി മുതലാളി അവിടുന്ന് പോകുന്നത് കേട്ടോ. എന്തായാലും ഇതിനുശേഷം വരദയും ദയയും കൂടെ പോകുമ്പോൾ ദയക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ. വരദ നീ സത്യത്തിൽ എന്തിനാണ് ഞങ്ങൾ ആ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയത്? ഇവിടെ വെച്ച് വരദയ്ക്ക് എല്ലാം പറയേണ്ടി വരികയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാബുവിനെയും ബാലുവിനെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയണം. അതായത് നിധി തേടാൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വരില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞത്, എന്തായാലും നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയണം. ആദ്യമൊന്നും ഇവർ സമ്മതിച്ചില്ല കേട്ടോ, കാരണം മാരിസ്വാമി ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പക്ഷെ അവസാനം വരദയുടെ കൂടെ ഇവർ നിൽക്കാന്ന് പറയണം. പിന്നീട് വരദ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് രഘു വരുന്നുണ്ട്. രഘുവിനോട് വരദ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എന്റെ കൂട്ടുകാർക്ക് എല്ലാ രഹസ്യവും മനസ്സിലായി, അവർക്ക് കൂടെ ഇതിന്റെ ഒരു വിഹിതം കൊടുക്കണം. പക്ഷേ സാറ് പേടിക്കേണ്ട, കിട്ടുന്നതിൽ പപ്പാതിയാകും, അതിൽ പാതി സാറിനും ബാക്കി പകുതി ഞങ്ങൾ വീതിച്ചെടുത്തോളാം എന്ന് പറയണം. ഓക്കെ, ആ ഡീല് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അതായത് രഘുവിന് കിട്ടേണ്ടത് രഘുവിന് തന്നെ കിട്ടുമല്ലോ. എന്തായാലും ഇവർ നേരെ ആ 2 കുളങ്ങൾ അടുപ്പിച്ചുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവർക്കൊരു പേടിയുണ്ട്. കാരണം അന്ന് വന്ന സമയത്ത് രഘുവിന്റെ മൂക്കിൽ നിന്നും രക്തം വന്നായിരുന്നല്ലോ. എന്നാൽ പതിയെ പതിയെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും അവരുടെ കയ്യിൽ ആ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. അത് വെച്ച് അവിടെ മുഴുവൻ പരിശോധിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ സൗണ്ട് കേൾക്കും.
നിൽക്കുന്നുണ്ട്. വേഗം തന്നെ ഇവരവിടെ കുഴിക്കുകയാണ്. കുഴിച്ചു നോക്കിയ സമയത്ത് ദാണ്ട് കിടക്കുന്ന ഒരു ഇരുമ്പ് വെട്ടി. വേഗം തന്നെ അത് പുറത്തേക്ക് എടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് ഫുള്ള് സ്വർണത്തിന്റെ കിരീടം, അതുപോലെ തന്നെ വളകള്, ബ്രേസ്ലെറ്റുകൾ, അങ്ങനെ കുറെ. അപ്പൊ നിധി കിട്ടിയ സന്തോഷത്തിൽ ഇവർ നിൽക്കുന്ന സമയത്താണ് ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് റെഡ്ഡി വരുന്നത്. ഇവരുടെ പിന്നാലെ തന്നെ റെഡ്ഡി ഉണ്ടായിരുന്നു. റെഡ്ഡിക്ക് ആ നിധി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എന്തായാലും നന്ദിയുണ്ട് മക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് തന്നല്ലോ. പിന്നെ ഇതിന്റെ കൂലിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്വർണ്ണ നാണയം വേണമെങ്കിൽ ഞാൻ തരാന്ന് പറയാണ്. എന്ന പിള്ളേരുണ്ടോ സമ്മതിക്കുന്നത്? ഒരു കാരണവശാലും നടക്കില്ല, ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച നിധിയാണ്, ഇതിന് ഒരു തരി പോലും തരില്ല എന്ന് പറയണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ദയയുടെ മുഖത്ത് തന്നെ ഈ റെഡ്ഡി അടിക്കാണ്. വരദ വന്നിട്ട് ഇപ്പൊ അവരെ പിടിച്ചു മാറ്റിയിട്ട് വരദ എല്ലാവരോടും പറയാണ്, ഈ നിധി ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ വീതിച്ചെടുക്കാന്ന് പറയണം. എന്നാൽ റെഡ്ഡി അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇപ്പൊ റെഡ്ഡിയുടെ ചെവിയിൽ വന്നിട്ട് രഘു ഒരു കാര്യം പറയുന്നുണ്ട്, റെഡ്ഡി നിങ്ങൾ ഇപ്പൊ ഒന്ന് ഒതുങ്ങ്, ഈ നിധി ആദ്യം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എത്തിക്കണം, പിന്നെ ഞാൻ നിന്റെ കൂടെ ഇല്ലേ, നമുക്ക് രണ്ടുപേർക്കും തന്നെ സാധനം വീതിച്ചെടുക്കാന്ന്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ സാധനം ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കണം. എന്തായാലും പിന്നീട് ആ ഒരു പെട്ടി ചുമക്കുന്നത് വരദയും അതുപോലെ തന്നെ ദയയാണ്. എന്നാൽ പെട്ടെന്ന് അവിടുന്ന് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഇവർക്ക് കേൾക്കാൻ പറ്റി. എല്ലാവരും ആകെ ഭയന്ന് വിറച്ചു പോവാണ്. ചുറ്റും നോക്കി, പക്ഷേ ഒന്നും കാണാനില്ല. എന്തായാലും പെട്ടി അവിടെ വെച്ചായിരുന്നു. അത് വീണ്ടും ഇവർ ചുമലിലേറ്റിട്ട് നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ എന്താണെന്നറിയില്ല, പെട്ടെന്ന് അതിന്റെ വെയിറ്റ് കൂടുകയാണ്. വരദയ്ക്കും അതുപോലെ തന്നെ ദയയ്ക്കും ഇത് എടുക്കാൻ കഴിയുന്നില്ല. അവരത് താഴെ വെക്കുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ ബാബു, ബാലു രണ്ടുപേരും പേടിച്ചു പോവാണ്. ഇതെല്ലാം മാരിസ്വാമിയുടെ പണിയാണ്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഈ നിധി നമുക്ക് വേണ്ടാന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് കേട്ടപാട് രഘുവിന് ഭയങ്കര ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്, സ്വാമി അതുപോലെ തന്നെ ഭൂതം പ്രേതം ഇതൊന്നും ഇല്ലടാ മണ്ടന്മാരെ. എന്നാൽ മുതലാളിയായിട്ടുള്ള റെഡ്ഡി മറ്റൊരു കാര്യം പറയാം, രഘു നമുക്ക് ഈ ഒരു സാധനം ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ചില സമ്മതങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളൊരു പൂജയോ അല്ലെങ്കിൽ ചെറിയൊരു ബലിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചേ മതിയാവും. അതിനായിട്ട് നമുക്കൊരു ആടോ അങ്ങനെ എന്തെങ്കിലും വേണം. പക്ഷേ ഒരു ആടിനെ തേടി പോകുന്ന സമയത്ത് ഈ പെട്ടി ഇത് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് വെക്കണം. ഇവർ നോക്കുമ്പോൾ ആ നാട്ടിലെ തന്നെ ഒരു കള്ളപ്പൂജാരി ഉണ്ട്, അയാളെ വീട് തൊട്ടടുത്താണ്. അപ്പൊ ആ ഒരു വീട് അടയാളമാക്കി ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇവർ ആ ഒരു നിധി കൊഴിച്ചു മൂടിയിട്ട് ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞ സമയത്ത് കാലിൽ ചെലങ്ക കെട്ടിയതുപോലെ ഒരു കാട്ടുപോത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിക്കും ഇതാണ് ആ ഒരു മാരിസ്വാമിയുടെ ഒരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ശബ്ദമാണ് ഇവരെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരാടുമായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനെ അറുക്കാൻ തയ്യാറായി ബലി കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ട് ഇവർ ആ ഒരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുഴി ഇങ്ങനെ തോണ്ടുക എന്നല്ലാതെ ഇവർ കുഴിച്ചിട്ട് ആ ഒരു പെട്ടി അവിടെ കാണാനില്ല. ഇത് കണ്ട് ആകെ ദേഷ്യം വന്ന റെഡ്ഡി മുതലാളിക്ക് മനസ്സിലായി, ഈ വരദയും അവന്റെ കൂട്ടുകാരും ചേർന്നിട്ട് രാവിലെ എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, അവരിത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതും പറഞ്ഞ് അവരോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വഴക്ക് കൂടുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് രഘു പറയണു, ഓഹോ നിങ്ങളൊക്കെ ഇപ്പൊ ഒരു ടീമായി, ഞാൻ പുറത്തു നിന്ന് വന്ന ആള്, അപ്പൊ എന്നെ നിങ്ങൾ മൂഞ്ചിക്കാന്ന് വിചാരിച്ചല്ലേ. അതായത് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ആകുന്നില്ല കേട്ടോ. അങ്ങനെ തർക്കിച്ച് നേരം വെളുത്തിട്ടുണ്ട്. എന്തായാലും തീരുമാനം എവിടെ എത്തിയില്ല. ഈ സാധനം ആര് കൊണ്ടുപോയിന്ന് ഒരു പിടുത്തമില്ല. ആ സമയത്താണ് വരദയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇന്നലെ രാത്രി ഇവർ പോയിട്ട് കിടന്നത് രഘുവിന്റെ വീട്ടിലായിരുന്നു. എന്നാൽ രാവിലെ ആയ സമയത്ത് നമ്മുടെ ദയ എന്തോ ഒരു ആവശ്യത്തിന് എഴുന്നേറ്റ് പോകുന്നത് വരദ കണ്ടായിരുന്നു. അപ്പൊ വരദ പോയിട്ട് ദയോട് ചോദിക്കുകയാണ്, സത്യം പറയടാ നീ എന്തിനാ രാവിലെ എഴുന്നേറ്റ് പോയത്, നീ എല്ലാം ഒരു നിധി എടുത്തത്. ഇത് കേട്ടപ്പോ ബാക്കിയുള്ള എല്ലാവരും സംശയിക്കുന്നത് ഇപ്പൊ ദയ തന്നെയാണ്. അപ്പൊ എല്ലാവരും കൂടെ അവന്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനാകെ സങ്കടമായി പോയി കേട്ടോ. ഇപ്പൊ ദയ പറയണത്, ശരിയാടാ ഞാൻ രാവിലെ എഴുന്നേറ്റായിരുന്നു, പക്ഷെ ഞാൻ പോയത് ആ സ്വർണ്ണം എടുക്കാനൊന്നല്ല, എന്റെ പെണ്ണ് അംബികയെ കാണാൻ വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ വരദ നീ എന്നെ സംശയിച്ചില്ലേ, അത്രയും കനൽ ആ ഒരു പെട്ടി അത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു നീ വിശ്വസിച്ചില്ലേ, അതൊക്കെ പോട്ടെ നീ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ, മതിയായടാ എനിക്ക് മതിയായി, എനിക്ക് ആ ഒരു നിധിയും വേണ്ട ഒന്നും വേണ്ട, മനസ്സ് മടുത്തു പോയടാ, ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇത്രേ വിലയുള്ളൂ അല്ലേ. ഇതും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ ദയ അവിടുന്ന് പോവാണ്. വരദയ്ക്ക് അപ്പോഴാണ് അവന്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. പിന്നീട് ദയയുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ദയ പറയാണ്, ഇല്ല ഞാനിത് ഒഴിവാക്കി, എനിക്കിതിനി വേണ്ട. എന്തായാലും ഇവരെല്ലാവരും ആകെ ടെൻഷൻ ആവുകയാണ്. രഘുവിന്റെ വീട്ടിലാണ് ഇപ്പൊ വരദ ഉള്ളത്. വരദയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. മുതലാളിയുടെ വീട്ടിൽ നിന്ന് ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്തു. അതുപോലെ തന്നെ പെങ്ങളുടെ കല്യാണം എടുക്കാനുമായി, കാശാണെങ്കിൽ ഒന്നും കയ്യിലില്ല, എന്ത് ചെയ്യുന്നറിയാതെ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് രഘു നമ്മുടെ വരദയോട് ഒരു കാര്യം പറയുന്നത്, എടാ നിന്റെ കൂട്ടുകാരൻ ബാബു അല്ലേ ആടിനെ മേടിക്കാനായിട്ട് രാവിലെ പോയത്, ചിലപ്പോൾ ആടിനെ മേടിക്കാൻ പോയ സമയത്ത് അവൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിലോ. അപ്പൊ തന്നെ വരദയ്ക്ക് ബാബുവിനെ സംശയം. അങ്ങനെ വരദ ഇപ്പൊ ബാലുവിനെയും കൂട്ടി ബാബുവിന്റെ അടുത്തേക്ക് പോണ്. അതേ നേരം തന്നെ ബാബു അവന്റെ തോട്ടത്തിൽ എന്തോ ഒന്ന് കുഴിച്ചു മൂടുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഏകദേശം ഇവർക്ക് കൺഫേം ആയി. നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ബാബുവിനോട് ചോദിക്കുകയാണ്, എടാ സത്യം പറയടാ നീ ഇവിടെ എന്താ കുഴിച്ചിട്ടെ, നിധിയല്ലേന്ന് ചോദിക്കാം. എന്നാ ബാബു വേഗം മണ്ണ് മാതിയിട്ട് കാണിച്ചു കൊടുക്കണം, ആടാ നിധി തന്നെയാണ്, ചത്തുപോയ ഒരാട്, അതാണ് എന്റെ നിധി. ഇവിടുന്ന് വീണ്ടും നമ്മുടെ വരദയ്ക്ക് എന്തോ പോലെ ആയി പോവാണ് കേട്ടോ. കൂട്ടുകാരിങ്ങനെ സംശയിക്കുന്നതിൽ കാര്യമില്ല. അതായത് ഇവിടെ മറ്റെന്തോ ആണ് നടന്നിരിക്കുന്നത്. ഈ നേരത്താണ് നാട്ടിൽ ഒരാൾ വന്നിട്ട്, എടാ വേഗം അങ്ങോട്ടേക്ക് വാ, ആ കൃഷ്ണൻ ചേട്ടനുണ്ടല്ലോ പൂജാരി, അയാളുടെ വീട്ടിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഓൾറെഡി നമ്മുടെ റെഡ്ഡി മുതലാളിയും വന്നിട്ടുണ്ട്. നാട്ടിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് മുതലാളിയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം വന്നാൽ ഇയാൾ ആദ്യം അവിടെ എത്തും. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ പൂജാരി കൃഷ്ണ അയാള് ദൈവത്തിന് ബലി കൊടുക്കാനായിട്ട് ഒരു ആടിനെ നേർച്ച വെച്ചായിരുന്നു, ഒരു കറുത്ത ആട്. അതിനിപ്പോ കാണാനില്ല. അതുപോലെ തന്നെ പൂജാരി പറയുന്നുണ്ട്, ആരിനി ആ ആടിനെ കൊണ്ടുപോയിട്ടും യാതൊരു കാര്യമില്ല, ദൈവത്തിന് വെച്ച ആട് അത് ദൈവത്തിന് മാത്രമേ പോവുള്ളൂ എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുതലാളി റെഡ്ഡി പറയുന്നുണ്ട്, എന്റെ പൂജാരി നമുക്ക് ഇവിടെ ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം, ഇതൊരു ചെറിയ സ്ഥലമല്ലേ, ആടിനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയണം. അതുപോലെ തന്നെ നേരെ ഇപ്പൊ മുതലാളി ബാബുവിനെ നോക്കുന്നുണ്ട്. ഇന്നലെ ബാബു പോയിട്ട് കൊണ്ടുവന്നത് പൂജാരി
പൂജാരിയുടെ ആടിനായിരുന്നു, ഈ നേർച്ചയ്ക്ക് വെച്ച ആടിനെ. അതും അവൻ കട്ടുകൊണ്ട് വന്നതാണ്. അങ്ങനെ അന്ന് രാത്രിയായ സമയത്ത് ദയ കാണിക്കാം. എന്താണെന്ന് അറിയില്ല, അവന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും വിഷമൊക്കെ ഉണ്ട്. ആ നേരത്താണ് ദയ കാട്ടിൽ നിന്നും ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നത് കേട്ടോ. അത് കണ്ട് അവൻ ആകെ പേടിച്ചു നിൽക്കുമ്പോൾ അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണ, മോനെ പുറത്ത് നിൽക്കണ്ട, ഉള്ളിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വരദയുടെ അച്ഛൻ, ദയയുടെ അച്ഛൻ, പിന്നെ അവരുടെ ഗ്യാങ്ങിലുള്ള ഒരാള് ഇവരിങ്ങനെ ആ ഒരു കാട്ടിലൂടെ നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. എന്തായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക? അപ്പൊ അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന കഥകൾ വേഗം കേൾക്കാൻ പറ്റും കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഇവരെ ഞെട്ടിച്ച ആ ഒരു കാഴ്ച അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദയുണ്ടല്ലോ, അവൻ ഒരു മരത്തിൽ തൂങ്ങി ആടുകയാണ്. ആ പാവത്തിനെ ആരോ കൊന്നിരിക്കുകയാണ്. ഇനി കൊന്നതാണോ സ്വയം മരിച്ചതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് നേരിട്ട് കണ്ട അവന്റെ അച്ഛനാകെ തകർന്നു പോവാണ് കേട്ടോ. അധികം വൈകാതെ ഈ വിവരെല്ലാം നാട്ടുകാർ അറിയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോലീസുകാരും വരികയാണ്. അപ്പൊ പോലീസിന്റെ അടുത്ത് റെഡ്ഡി ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് വലിയ വിഷയമൊന്നും ആക്കണ്ട, ചെറിയൊരു കുടുംബമാണ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കിയേക്കെന്ന് പറയാണ്. അതേ നേരം തന്നെ ദയ മരിച്ചത് വരദയെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവനിങ്ങനെ അവന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, എടാ അവൻ ആവശ്യമില്ലാതെ സംശയിച്ചു, അതുപോലെ ഈ നിധി ഒന്നും വേണ്ട, അതിന്റെ എല്ലാത്തിന്റെയും പിന്നാലെ ചെന്നാണ് നമുക്ക് കൂട്ടുകാരനെ നഷ്ടമായത്. അവര് 3 പേരും അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നേരത്ത് രഘുവിന്റെ അരികിലേക്ക് മറ്റേ ആ ഒരു ഫോറസ്റ്റ് ഓഫീസർ വരുന്നു. അയാൾ വന്നിട്ട് രഘുവിനോട് ചോദിക്കുകയാണ്, രഘു സാറേ ഭയങ്കര സങ്കടം ഉണ്ടല്ലേ? അതേടോ, ഒരു പാവം പയ്യനല്ലേ? അല്ല സാറേ, അന്ന് നിങ്ങൾ കാട്ടിലേക്ക് പോയപ്പോ കൂടെ ഈ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ ആ ഒരു നിധി തേടി പോയതല്ലേ? നിധി കിട്ടുകയും ചെയ്തു അല്ലേ? അപ്പൊ അതിനെ തുടർന്ന് തർക്കത്തില് നിങ്ങൾ എല്ലാവരും കൂടി തന്നെയല്ലേ ഈ ചെറുക്കനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്? ഇത് കേട്ടപ്പോ രഘു ആകെ ഞെട്ടിപ്പോവാണ്. ഇതൊക്കെ എങ്ങനെ ഇവനറിഞ്ഞു? അതായത് നിധി തേടി പോയ കാര്യം, ആ കിട്ടിയ കാര്യം. എന്തായാലും ഈ ഫോറസ്റ്റ് ഓഫീസർ ഇവരെല്ലാവരും വിളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. കൂടെ വരദയുണ്ട്, കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ റെഡ്ഡിയുണ്ട്. അപ്പൊ ഇവരോട് എല്ലാവരോടും ഫോറസ്റ്റ് ഓഫീസർ പറയുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ആ നിധി കിട്ടിയത്, അപ്പൊ അതിന്റെ ഒരു പങ്ക് എനിക്ക് വേണം. എന്നാൽ റെഡ്ഡിയും അതുപോലെ രഘുവും ഇതിന് സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇയാൾ നേരെ പിന്നീട് വരദയുടെ അടുത്തേക്ക് പോകണം. ചെക്കന്മാരാണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കായിരുന്നല്ലോ. ഇവരുള്ള കാര്യം മുഴുവനും പറയാം. അതുപോലെ നിധി കിട്ടിയായിരുന്നു, പക്ഷേ ആരോ അത് അടിച്ചു മാറ്റി. ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഇതൊന്നും ഫോറസ്റ്റ് ഓഫീസർ വിശ്വസിക്കുന്നില്ല. ഇയാൾ പറയാണ്, നിങ്ങൾക്ക് കിട്ടിയതിന്റെ ബാധി അതെനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഈ കാര്യം മുഴുവൻ ഞാൻ നാട്ടുകാരോട് പോയി പറയും. ഇതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോവാണ്. ഇവരൊക്കെ ആകെ ടെൻഷനാണ്. ഇവരുടെ കയ്യിൽ നിധിയും ഇല്ല, എന്നാൽ ആ നിധിയുടെ പകുതി വേണമെന്ന് ഈ ഫോറസ്റ്റ് ഓഫീസർ പറയും. അതുപോലെ തന്നെ വരദയുടെ പെങ്ങളുടെ ഒരു കല്യാണ നിശ്ചയം എല്ലാം കഴിഞ്ഞു കേട്ടോ. ചെക്കനും പെണ്ണും തമ്മിൽ ഭയങ്കരമായിട്ട് ബോണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം നടത്തണം, ആ ഒരു ചിന്ത മാത്രമേ വരദയ്ക്കുള്ളൂ. ഇതിനുശേഷം നമ്മുടെ റെഡ്ഡിയും അതുപോലെ തന്നെ ബാബുവിനെയും ബാലുവിനെയും കാണിക്കാം. ഇവരിങ്ങനെ ചർച്ച ചെയ്യണം, ഇപ്പൊ ആരായിരിക്കും ഈ നിധി കൊണ്ടുപോയിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും നമ്മുടെ ദയ മരിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് ഇവരൊരു കാര്യം ആലോചിക്കുന്നത്. ഇവർ ഈ നിധി കുഴിച്ചിട്ടിരിക്കുന്നത് ആ കള്ള പൂജാരി ഉണ്ടല്ലോ, അയാളുടെ വീടിന്റെ അടുത്താണ്. ഇനി അയാളെങ്ങാനും ഇത് എടുത്തിട്ടുണ്ടാവുമോ? ഒരു കാര്യം ചെയ്യാം, അയാളൊന്ന് ഫോളോ ചെയ്യാന്ന് വിചാരിക്കാം. അയാൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അയാളുടെ പിന്നാലെ തന്നെ ഇവർ കൂടുകയാണ് കേട്ടോ. കുറെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, കുറെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും. അതിന്റെ കൂട്ടത്തിൽ അവസാനം ഒരു മാർക്കറ്റിലേക്ക് പോയിട്ട് കുറച്ച് ആട്ടിറച്ചിയും മേടിക്കണം. പൂജാരി എന്തിനാണ് ഇറച്ചി മേടിക്കുന്നത്? ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ, ഇയാൾക്ക് എന്തോ ഒരു ഉടായ്പ് ഉണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം. അന്ന് രാത്രി വരദയും ബാബു, ബാലു ഇവർ 3 പേരും ഈ പൂജാരിയുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇയാൾ രാത്രി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി രാത്രി അയാൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നമ്പർ 1 പോവാണ്. പോയപാട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും അയാൾ ചെയ്യുന്നില്ല. എന്നാലും ഇയാളെ വിടാൻ ഇവർ തയ്യാറായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജാരി എന്തോ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ എന്താ, ഇന്നലെ മേടിച്ച സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ചില പൂജകൾ ഈ പൂജാരി ചെയ്യുന്നുണ്ട്. കുറച്ച് പൈസക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റാനുള്ള ഒരു വിദ്യ മാത്രം, അത്രേ ഉള്ളൂ. എന്തായാലും ഈ പൂജാരിയുടെ സഹായം ഒന്ന് ചോദിക്കാന്ന് കരുതിയിട്ട് വരദ കാര്യങ്ങളൊക്കെ പൂജാരിയോട് പറയാം. ഞങ്ങളുടെ ഒരു പെട്ടി കാണാതായിട്ടുണ്ട്, അതിപ്പോ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വരാൻ പറ്റുമോ? നോക്കട്ടെ എന്നും പറഞ്ഞ് നേരെ ഉള്ളിലേക്ക് ചെന്നിട്ട് കവടിയെല്ലാം നിരത്തി ചുമ്മാ ഇയാൾ തട്ടിവിടുകയാണ്. അതങ്ങനെ തെക്ക് ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഒരുപാടുള്ള സ്ഥലത്താ തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു പെട്ടി ഇരിക്കുന്നത്. എന്തായാലും ദക്ഷിണം അങ്ങോട്ട് വെക്കുക, എന്നിട്ട് പോവുക. ചെക്കന്മാരെ നന്നായിട്ട് പറ്റിച്ച് വിടുന്നുണ്ട് ഈ ഒരു കള്ളസ്വാമി. എന്തായാലും പൂജാരി പറഞ്ഞതുപോലെ ഈ വെള്ളമുള്ള ഭാഗത്തേക്ക് ഇത് പോയി തപ്പാൻ വേണ്ടിയിട്ട് രാത്രി നമ്മുടെ ബാബുവും ബാലും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് രാത്രിയിൽ ഇവരൊരു ശബ്ദം കേൾക്കുന്നത്. ഒരു കുളമ്പിന്റെ ശബ്ദവും അതിന്റെ കൂടെ തന്നെ ചിലങ്കയുടെ ശബ്ദവും. ഈ ശബ്ദം കേൾക്കുന്നത് ബാബുവും ബാലുവും മാത്രമല്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കേൾക്കുകയാണ്. അതായത് മാരിസ്വാമി, അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് കാരണം മാരിസ്വാമിയാണ് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്നാ നാട്ടുകാരൊക്കെ വിചാരിക്കുന്നത്. എല്ലാവരും ആകെ ഭയന്നുപോയി. പിറ്റേ ദിവസം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും റെഡ്ഡിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമ്മുടെ പൂജാരി കൃഷ്ണയുണ്ട്, അതുപോലെ തന്നെ മറ്റേ കള്ള പൂജാരി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ പൂജാരി കൃഷ്ണ പറയാണ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഒരു പൂജ നടത്താം. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മാരിസ്വാമിയുടെ ആ ഒരു പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ച് ഒരു പൂജയെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പൂജാരി കൃഷ്ണയുടെ ദേഹത്തേക്ക് ദൈവം കയറുകയാണ്. കയ്യിലുണ്ടായിരുന്ന തീപ്പന്തവുമായിട്ട് കാടിന്റെ ഒരു ഭാഗത്തേക്ക് ഓടുന്നുണ്ട് കേട്ടോ. ഓടി ഒരു സ്ഥലത്തേക്ക് നിൽക്കുകയാണ്. അവിടെയാണ് ആ കുഴിയുള്ളത്. അതായത് ഇവരെല്ലാവരും നിധി തോണ്ടിയെടുത്ത ആ ഒരു കുഴി. അതേസമയം തന്നെ ഈ പൂജാരി കൃഷ്ണ നമ്മുടെ റെഡ്ഡിയുടെ മുഖത്തേക്കും വരദയുടെ മുഖത്തേക്കും രഘുവിന്റെ മുഖത്തേക്കും നോക്കുന്നുണ്ട്. ഇവരെന്തോ ഒപ്പിച്ചു എന്നുള്ള കാര്യം അയാളുടെ ഉള്ളിൽ കയറിയ ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരിങ്ങനെ നോക്കിയത്. എന്തായാലും നാട്ടുകാർക്ക് മനസ്സിലായി ഇവിടെ ഉണ്ടായിരുന്ന
എന്തോ ഒരു വലിയ കാര്യം, അതൊരു നിധി തന്നെയായിരിക്കണം. അതിന് കാവലായിട്ടിരുന്നത് മാരിസ്വാമിയാണ്. എന്നാൽ ആ നിധി ഇവിടുന്ന് ആരോ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാരിസ്വാമി ഇത്ര കോപത്തിലായിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് പോയ ആ ഒരു നിധി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ എല്ലാവരും ഓരോരുത്തരായിട്ട് സംശയിക്കാൻ തുടങ്ങി കേട്ടോ. അതായത് ആരായിരിക്കും ഈ നിധി എടുത്തിട്ടുണ്ടാവുക? ഇപ്പൊ നാട്ടുകാരിൽ ഭൂരിഭാഗം ആൾക്കാരും സംശയിക്കുന്നത് രഘുവിനെയാണ്. കാരണം ഇയാളാണല്ലോ കാട് മുഴുവനായിട്ടും കുഴിച്ചിങ്ങനെ നടന്നിരുന്നത്. ഇപ്പൊ തന്നെ രഘു പറയണ, അയ്യോ വെറുതെ എന്നെ സംശയിക്കല്ലേ, ഞാൻ എന്ത് കിട്ടിയാലും അത് നേരെ ഗവൺമെന്റിനെ കൊണ്ടേ കൊടുക്കുക, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് റെഡ്ഡിക്ക് അറിയാലോ. പിന്നീട് രഘു നേരെ കാര്യങ്ങൾ റെഡ്ഡിയുടെ മേത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ്. റെഡ്ഡിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇവരെല്ലാവരും കൂടിയിട്ടല്ലേ നിധി എടുത്തത്. ഇപ്പൊ റെഡ്ഡി പറയണ, ആ ശരിയാണ് ശരിയാണ്, അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്, എന്നാ പിന്നെ പോലീസിനെ അറിയിച്ചാലോ? അപ്പൊ റെഡ്ഡി പറയണ, ഏയ് അതൊന്നും വേണ്ട, ഇപ്പൊ പോലീസുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു കളങ്കമാകും, നമ്മുടെ ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഇതൊക്കെ പിന്നീട് ഒരു തടസ്സമായിട്ട് വരും. ഇതേ നേരം പൂജാരി കൃഷ്ണ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം തന്നെ നേർച്ചയ്ക്ക് വെച്ച ആടിനെ കാണാതായി, ദയ മരിച്ചുപോയി. ഇന്നലെ രാത്രി മാരിസ്വാമി നമ്മുടെ ഗ്രാമത്തിലേക്ക് വരികയും ചെയ്തു. അതായത് ഇതെല്ലാം ഒരു ശകുനാണ്, ദുശകുനങ്ങൾ. നമ്മുടെ ഗ്രാമത്തിലേക്ക് എന്തോ വലിയ ആപത്ത് വരാൻ വേണ്ടി പോവാണ്. എല്ലാത്തിനും കാരണം മാരിസ്വാമി സൂക്ഷിച്ചിരുന്ന ആ നിധി കാണാതായതാണ്. എന്തായാലും നമ്മളത് കണ്ടുപിടിക്കണം. ഇപ്പൊ റെഡ്ഡി പറയണം, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഇവിടെ ഒരുപാട് കല്ലും നിധിയൊക്കെ ഉണ്ടാവും, ഇതെല്ലാം കാക്കലാണോ ഈ മാരിസ്വാമിയുടെ പണി? അതൊക്കെ ഓരോ അന്ധവിശ്വാസമല്ലേ? ഇപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേർച്ചയ്ക്ക് വെച്ച ആടിനെ കാണാതായി. നമുക്ക് മറ്റൊരാടിനെ കൊണ്ടുവന്നിട്ട് മാരിസ്വാമിക്ക് വേണ്ടി ബലി കൊടുക്കാന്നേ. ഇതോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് പറയാണ്. അതായത് നാട്ടുകാരെ കറക്റ്റായിട്ട് ആ ഒരു വിഷയത്തിലേക്ക് വരാൻ വേണ്ടി ഈ റെഡ്ഡി സമ്മതിക്കുന്നില്ല. എല്ലാവരും വഴി തിരിച്ചു വിടുകയാണ്. ഇതിനുശേഷം നമ്മുടെ വരദയെ കാണിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ ദയയുടെ അച്ഛനുണ്ട്. ദയയുടെ അച്ഛൻ ഒരു കാര്യം ചോദിക്കുകയാണ്, മോനെ എന്തിനാണ് അവൻ ആ ഒരു കാര്യം ചെയ്തത്? എന്തെങ്കിലും ബുദ്ധിമുട്ട് അവന്റെ മനസ്സിലുണ്ടായിരുന്നോ? നിനക്ക് എന്തെങ്കിലും അറിയായിരുന്നോ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരദയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച്. ഇല്ല അച്ഛാ, ഒന്നും അറിയില്ല ഞങ്ങൾക്ക് അതിനെക്കുറിച്ച്. ഒരുപാട് വിഷമത്തിൽ ആ മനുഷ്യൻ ഇപ്പൊ അവിടുന്ന് തിരിച്ചു പോവാണ്. പിന്നീട് കാട്ടിൽ നമ്മുടെ വരദയും അതുപോലെ തന്നെ ബാലു ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ വരദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോ മാരിസ്വാമി ആയിരിക്കോ ദയെ കൊന്നിട്ടുണ്ടാവുക? എന്നാൽ ബാലു പറയുന്നത് ഒരിക്കലും ഇല്ലടാ, അവൻ തൂങ്ങിയല്ല മരിച്ചിരിക്കുന്നത്. മാരിസ്വാമിയുടെ ശാപം കിട്ടിയിട്ടാ മരിക്കുന്നെങ്കിൽ ചോര തുപ്പിയാണ് മരിക്കുക. ഇത് മറ്റെന്തോ സംഭവമാടാ, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ട്. ഈ നേരത്തുണ്ട് ബാബു ഓടി വരുന്നു, വരദാ വേഗം വാടാ, നമുക്ക് കിട്ടിയ ആ നിധിയുടെ പാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോറസ്റ്റ് ഓഫീസർ നാട്ടുകാരോട് മുഴുവൻ സത്യം വിളിച്ച് പറയാൻ വേണ്ടി പോവാ. അങ്ങനെ ഇവര് മൂന്നുപേരും വേഗം ഫോറസ്റ്റ് ഓഫീസർ ഇയാളുടെ പിന്നാലെ പറയുകയാണ്. മാത്രമല്ല ഒരു പാലത്തിൽ വെച്ച് അയാളെ കിട്ടുകയും ചെയ്തു. ഇയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്, നിധി ഞങ്ങളുടെ കയ്യിൽ കിട്ടി, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്നും അത് മറ്റാരോ കൊണ്ടുപോയി. എന്നാൽ ഇതൊന്നും ഇയാളുടെ മണ്ടയിൽ കയറുന്നില്ല. ഇയാൾ പറയാണ്, അതിന്റെ പകുതി കിട്ടാതെ ഞാൻ അടങ്ങിയിരിക്കില്ല, എല്ലാ കാര്യം ഞാൻ നാട്ടുകാരോട് പറയുന്നു പറയണം. ഇപ്പൊ വരദയ്ക്ക് മനസ്സിലായി ഈ പൊട്ടനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. വരദ ഇപ്പോ ബാബുവിനോട് പറയണ, ബാബു ഒന്നും നോക്കണ്ട തൂക്കിക്കോ എന്ന് പറയണം. അങ്ങനെ ഇവര് മൂന്ന് പേരും ഇയാൾ അപ്പൊ തന്നെ അവിടുന്ന് 2 ചവിട്ടും കൊടുത്ത് അയാൾ ഒരു തുണിയിലും പൊതിഞ്ഞ് നേരെ ഒരു വീട്ടിൽ കൊണ്ടിട്ട് കെട്ടിയിടുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് രഘുവും വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ്ഡിയും വരുന്നുണ്ട്. അവരും വന്നിട്ട് ഈ സെയിം കാര്യം തന്നെ പറയണത്, സാറേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിലും അത് വേറെ ആരോ കൊണ്ടുപോയി, നിങ്ങൾക്കാണെങ്കിൽ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ ഇരിക്കുന്നു പറയാം. ഇതിനുശേഷം ബാലുമായിട്ട് സൊസൈറ്റിയിലേക്ക് പോയ നമ്മുടെ വരദയുടെ കൂട്ടുകാരൻ ബാലുവിനെ കാണിക്കുകയാണ്. ബാലു പാലെല്ലാം കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർ പറയണത്, മിക്കവാറും ഈ നിധിയെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക ആ റെഡ്ഡി തന്നെയായിരിക്കും, അവന്റെ സ്വഭാവം വെച്ച് 100% അവനാവാൻ തന്നെയാ സാധ്യത. ഈ കാര്യം ബാലു കേൾക്കുകയാണ്. അപ്പൊ ഈ കാര്യം വരദയോടൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഒന്നും കൂടെ ആ കാട്ടിലേക്ക് പരിശോധനയ്ക്കായിട്ട് ഇവർ 3 പേരും പോകാട്ടോ. ആ നേരത്ത് മുഖം മൂടിയിട്ട് ആരോ ഒരാൾ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കണ്ടപാട് തന്നെ അയാൾ ഓടി വന്ന് ഒരു ആയുധം ഉപയോഗിച്ച് ബാലുവിന്റെ നെഞ്ചിലേക്ക് കുത്തി കയറ്റുകയാണ് കേട്ടോ. ഇത് കണ്ട് ബാലു ചാടി എഴുന്നേൽക്കാണ്. അവൻ വെറുതെ കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു അത്. തൊട്ടു മുന്നിൽ തന്നെ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്വാമിയെ കാത്തോണേ, എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം നമ്മുടെ ബാലുവിന് നല്ല പേടിയായി. അപ്പൊ അവൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ്. ഇനി മതിയടാ, എന്നെ കൊണ്ട് പറ്റില്ല എന്നോ നമ്മുടെ വരദയും അതുപോലെ തന്നെ ബാബുവും ഒരു വിധത്തിൽ അവനെ പിടിച്ചു നിർത്തുകയാണ്. എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ, കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് കാത്തിരിക്കേ, ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാന്നേ. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇന്നാണ് ഇത്രയും ദിവസം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ അത് നടക്കാൻ പോകുന്നത്. ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്തായാലും ആ ഒരു വേഷമെല്ലാം കെട്ടി വരദ നന്നായിട്ട് തന്നെ ആ ചടങ്ങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ സമയത്ത് വരദ ആൾക്കൂട്ടത്തിൽ ദയയെ കാണുകയാണ്. അവന്റെ ശ്രദ്ധ നഷ്ടമായി. അവന് മര്യാദക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം ഈ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് കുറച്ച് അപ്പുറത്ത് പോയി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മനസ്സിനൊരു സമാധാനമേ കിട്ടുന്നില്ല. ഈ സമയത്ത് ഒരു തട്ടുകടയിൽ നിന്നും എന്തൊക്കെയോ ഫുഡ് മേടിച്ചു പോകുന്ന ബുർക്കയിട്ട ഒരു പെണ്ണിനെ കാണുകയാണ്. വരദയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവളുടെ പിന്നാലെ ചെല്ലുകയാണ്. ഈ ബുർക്കയിട്ട ലേഡിയാണെങ്കിൽ നേരെ പോകുന്നത് ഒരു ബാങ്കിലേക്കാണ്. അവിടെ ചെന്ന ആ ഒരു പെണ്ണാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയം ആ സ്ത്രീ അവിടെ പണയം വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരദ വരുന്നത്. വരദയ്ക്ക് കണ്ടപാട് തന്നെ മനസ്സിലായി ആ നിധിയിലെ ഒരു നാണയമാണിത്, നീ ആരാണ് സത്യം പറ, അതുപോലെ തന്നെ ഈ നാണയം നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് ആ സ്ത്രീയോട് വരദ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ബുർക്ക മാറ്റുകയാണ്. ആ സ്ത്രീ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ദയുണ്ടല്ലോ അവൻ പ്രണയിക്കുന്ന അംബികയായിരുന്നു. അംബിക പിന്നീട് സത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ആ നാണയം അവൾക്ക് കൊടുത്തത് മറ്റാരുമല്ല, അത് ദയ തന്നെയാണ്. അതിനർത്ഥം ഇപ്പൊ ജീവനോടെ ഇല്ലാത്ത മരിച്ചുപോയ ദയ, അവനാണ് ശരിക്കും ആ നിധി ഇട്ട് വെച്ച പെട്ടി അവിടുന്ന് മാറ്റിയത്. എന്നാൽ അവൻ അത് എങ്ങോട്ട് മാറ്റിയെന്ന് ആരോട് പോയിട്ട് ചോദിക്കും, അവൻ മരിച്ചുപോയില്ലേ. എന്തായാലും രാത്രിയിൽ ആ സംശയം
സംശയം തീർക്കാനായിട്ട് വരദ ആരും അറിയാതെ ദയെ കുഴിച്ചിട്ട് ആ സ്ഥലമുണ്ടല്ലോ അവിടെ പോയിട്ടൊന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. പിന്നീട് നേരം വെളുക്കാനായപ്പോഴാണ് തൂമ്പയുമായിട്ട് അവൻ അവിടുന്ന് തിരിച്ചു പോകുന്നത്. ആ നേരം അതിലൂടെ ജീപ്പിലൂടെ പോയ രഘു ഈ കാര്യം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വരദയെ വിളിക്കാനൊന്നും നിന്നില്ല. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു പാലത്തിന്റെ അവിടെ നിൽക്കുന്ന ബാലുവിനെയും ബാബുവിനെയും ഈ രഘു കാണാണ്. നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ വരദ, അവൻ ആള് ഭയങ്കര ഉടായി പാട്ടോ. രാത്രിയിൽ ഒരു തൂമ്പയെടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂട്ടുകാരനെ കൊന്നതും ആ നിധി അടിച്ചു മാറ്റിയതും ഈ വരദ തന്നെയായിരിക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ ബാലും ബബിലും ഉറപ്പിച്ച് പറയാണ്. നിങ്ങളിങ്ങനെ അവനെ വിശ്വസിച്ച് നടന്നോ, ലാസ്റ്റ് ഊമ്പിച്ച് കൈ തരുമ്പോൾ മനസ്സിലായിക്കോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ സമയത്ത് ബാബുവിനും ബാലുവിനും എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ട് നല്ലൊരു സമയം ഒത്തു വന്നപ്പോ വരദയെ ഇവർ പിടിക്കുകയാണ്. സത്യം പറയടാ, എന്തിവിടെ നടക്കുന്നത്, നിനക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാന്ന് പറയണം. വരദ ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണ്ണ നാണയം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരെയും കൂട്ടിയിട്ട് നേരെ അംബികയുടെ അടുത്തേക്ക് പോവാണ്. നടന്ന കാര്യങ്ങൾ പറയാണ്. അതായത് അംബികയ്ക്ക് ഈ ഒരു നാണയം കൊടുത്തത് ദയയാണ് എന്ന് കരുതി ദയയാണ് ആ ഒരു നിധി അടിച്ചു മാറ്റിയെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവന്റെ ശവക്കുഴിയുടെ ഭാഗത്ത് പോയിട്ടൊന്ന് പരിശോധിച്ചത്. എന്നാൽ ഒന്നും കണ്ടുപിടിക്കാനായില്ല. മാത്രമല്ല അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് രഘു എന്നെ കണ്ടത്. ഇപ്പൊ ബാബു ഒരു കാര്യം ചോദിക്കുകയാണ്. എടാ, ഇനിയെങ്ങാനും ദയ ആ ഒരു നിധി എടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ആ നിധി തട്ടിപ്പറിക്കാനായിട്ട് അല്ലെങ്കിൽ കട്ടെടുക്കാനായിട്ട് ആരെങ്കിലും അവനെ കൊന്നതായിരിക്കുമോ? അതും ഒരു സാധ്യതയാണെന്ന് വരദ പറയുന്നുണ്ട്. എന്നാലും ദയ അവസാനമായിട്ട് സംസാരിച്ചത് അംബികയോടാണ്. അതായത് ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അംബികയുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഭയങ്കര എതിർപ്പിലാണ്. വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് ഒരു കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നത് അംബികയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആകാന്ന് ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടെ അവൻ ആകെ വിഷമത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അവിടുന്ന് ദയെ കൂട്ടിക്കൊണ്ടുപോയത് വരദയാണ്. അവന്റെ വിഷമങ്ങളെല്ലാം വരദയോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കാരണവശാലും വരദ ദയെ കൊല്ലാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കാൻ നോക്കുന്നത് ആ ഒരു ആർക്കിയോളജി ഓഫീസർ ആയിട്ടുള്ള രഘുവാണ്. അയാളുടെ അടുത്തേക്ക് തന്നെ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് ഫുള്ള് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇയാൾ പിന്നെ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഇവരൊന്നും നോക്കിയില്ല, ബൈക്ക് എടുത്ത് നേരെ വിടുകയാണ്. പിന്നീട് ഒരു പാലത്തിന്റെ ഭാഗത്ത് വെച്ച് ഇവര് രഘുവിനെ പിടിക്കുകയാണ്. വണ്ടി തടഞ്ഞു. എന്നിട്ട് ജീപ്പിന്റെ പുറത്തേക്ക് രഘുവിനോട് ഇറങ്ങാൻ പറയാം. എന്താ കാര്യം എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. രഘുവിന്റെ ചവട്ടക്കുറ്റി നോക്കി വരദ ഒരേറ്റ അടിയാണ്. ആ അടിയിൽ രഘുവിന്റെ കിളി അങ്ങോട്ട് പോവാണ്. കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല. ശിവനെ, ഇത് ഏത് ജില്ല? ആ ഭാവത്തിൽ ഇയാൾ കുറച്ചു നേരം അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. അമ്മാതിരി അടിയാ കിട്ടിയത്. പിന്നീട് എന്തിനാടാ എന്നെ തല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരദ ഇപ്പൊ പറയണ, സത്യം പറയടാ, ഞങ്ങളുടെ ദയക്ക് എന്താ സംഭവിച്ചത്? നീ ആ നിധി എന്താ ചെയ്തത്? ഇപ്പൊ രഘു പറയണ, എടാ എനിക്കൊന്നും അറിയില്ല, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നീ എവിടെയും പോവില്ല, ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ട് നീ പോയാ മതി എന്ന് പറയണ ഇവര്. ഇതേ സമയത്തിന് വരദയുടെ അച്ഛൻ ആ കാണാതായ നമ്മുടെ പൂജാരിയുടെ ആടിനെ തപ്പി അവസാനം കാട്ടിൽ വെച്ച് ആ കറുത്ത ആടിനെ ഇയാൾ കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ബാബുവാണ് ശരിക്കും ഈ ആടിനെ കൊണ്ടുപോയത് കേട്ടോ. അപ്പൊ അത് കരയാതിരിക്കാനായിട്ട് അതിന്റെ വായിലൊരു കെട്ടെല്ലാം കെട്ടിയായിരുന്നു. എന്തായാലും ആ ആടിനെ കിട്ടിയല്ലോ. ആ ആടുമായിട്ട് നേരെ പൂജാരിയുടെ അടുത്തേക്ക് വരിക. മാരിസ്വാമിക്ക് വേണ്ടി വെച്ച ആടാണ്. എന്തായാലും ആ ആടിനെ സ്വാമിക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പൊ പൂജാരി കൃഷ്ണയുടെ ദേഹത്തേക്ക് ഒരു ദൈവികമായ ശക്തി കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൂജാരി ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ആരായാലും ആ നിധിയുടെ പോയാൽ കിട്ടുന്നത് നിങ്ങൾക്ക് നിധി ആയിരിക്കില്ല. അതൊരു നിധിയല്ല, അത് വെറും മായ മാത്രമാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഇതും പറഞ്ഞ് ദൈവം കയറിയ ഈ പൂജാരി ഉണ്ടല്ലോ, കയ്യിൽ 2 പന്തവുമായിട്ട് ആ ഗ്രാമത്തിലൂടെ ഓടുകയാണ്. അതായത് ആ നിധി എവിടെയാണോ നിൽക്കുന്നത് അവിടെ പോയിട്ട് ഇനി ഈ പൂജാരി കൃഷ്ണൻ നിൽക്കുകയുള്ളൂ. അങ്ങനെ ഇയാൾ ഓടി അവസാനം ചെന്ന് നിൽക്കുന്നത് ഇയാളുടെ വീടിന്റെ മുന്നിൽ തന്നെയാണ്. അതിനുശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി ചെന്ന് ഒരു അലറലാണ്. നോക്കുമ്പോൾ ഇയാളുടെ ഒരു മകനുണ്ടല്ലോ, ദീപക്, ഈ നാട്ടിൽ നിന്ന് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഈ പൂജാരിയോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ആ മകൻ, അവന്റെ കയ്യിലായിരുന്നു ആ നിധി മുഴുവൻ ഉണ്ടായിരുന്നത്. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ തന്നെ ദീപക് അച്ഛന്റെ കാലിൽ വീണ് കരയാണ് കേട്ടോ. എന്തായാലും നാട്ടുകാർ പിടിച്ച് ഇനി സത്യങ്ങളൊന്നും പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ദീപക് എല്ലാ കാര്യങ്ങളും പറയാണ്. അതായത് നമ്മുടെ ടീംസ് വരദയുടെ കൂട്ടുകാര് രഘു, അതുപോലെ തന്നെ റെഡ്ഡി, ഇവർ ആ ഒരു നിധി അവിടുന്ന് കുഴിച്ചെടുത്തതിന് ശേഷം പോകുന്ന വഴിയിൽ ഇവർക്കത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടായിരുന്നല്ലോ. ആ കാര്യം ദീപക് കണ്ടു. പിന്നീട് അവര് പോയതിനു ശേഷം ദീപക്കാണ് ആ ഒരു നിധി അടിച്ചു മാറ്റിയത്. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ പണം വന്നല്ലോ. എന്നാൽ അവന്റെ കയ്യിൽ കാശ് വരുന്നതിന് മുന്നേ തന്നെ ഈ ദീപക് അംബികയുമായിട്ട് പ്രണയത്തിലായി. അതായത് നമ്മുടെ ദയയുടെ പെണ്ണുണ്ടല്ലോ, അവളുമായിട്ട് തന്നെ. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അംബികയ്ക്ക് ഈ പട്ടിക്കാട്ടിലൊന്നും ജീവിക്കാൻ പറ്റില്ല, സിറ്റിയിലേക്ക് പോകണം. ആ ലൈഫാണ് അവൾക്ക് ഇഷ്ടം. അവളുടെ അതേ മൈൻഡുള്ള ആളായിരുന്നു ദീപക്കും. അതുകൊണ്ടാണ് അവനുമായിട്ട് അംബിക പ്രണയത്തിലായത്. അവനുമായിട്ട് ഈ നാട്ടിൽ നിന്നും പോകാലോ എന്നൊക്കെയാണ് അവൾ പ്ലാൻ ചെയ്തത്. ഈ കാര്യം ദയ അറിഞ്ഞു. അവനെ കൊണ്ട് ആ കാര്യം താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ സ്വയം മരിച്ചുകളെ. അംബികയുടെ വീട്ടുകാർ സമ്മതിക്കായിട്ടായിരുന്നില്ല ദയയുമായിട്ടുള്ള ബന്ധം അവള് ഒഴിവാക്കാൻ നിന്നത്. അവള് തന്നെ സ്വയം അതിൽ നിന്നും ഒഴിവായതാണ്. അതെന്തായാലും നമ്മുടെ ദയയെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഇവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ. മാത്രമല്ല ഇപ്പൊ രഘു ആർക്കിയോളജി ടീമിനെ വിളിച്ചിരിക്കുകയാണ്. അവരിങ്ങോട്ടേക്ക് വന്നു. ഈ ഒരു നിധി മുഴുവനായിട്ടും ഇനി ഗവൺമെന്റ് ആണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അതുമായിട്ട് അവർ ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആർക്കും ആ ഒരു നിധി കിട്ടിയില്ല. എന്നാൽ അതിൽ ഒരേ ഒരു കോയിൻ, അത് നമ്മുടെ വരദയുടെ കയ്യിലുണ്ടല്ലോ, അതായത് അംബികയുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരു കോയിൻ, അത് വരദ എടുക്കാതെ അത് നേരെ
നേരെ റെഡ്ഡിക്ക് കൊടുക്കുകയാണ്. കാരണം അതിലൊരു അവകാശം റെഡ്ഡിക്കുണ്ട്. അയാളും ആ ഒരു രാജകുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണല്ലോ. അത് കിട്ടിയപ്പോൾ റെഡ്ഡിക്ക് സന്തോഷമാണ്. റെഡ്ഡി പറയാണ്, വരദ നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് 2 ലക്ഷം രൂപയല്ലേ വേണ്ടത്, ഞാൻ തരാം. അതുപോലെ തന്നെ നാളെ ജോലിക്ക് വന്നോണം കേട്ടോ, ശമ്പളവും ഞാൻ കൂട്ടിത്തരാം. നമ്മൾ വിചാരിച്ചതുപോലെ അത്ര ദുഷ്ടനല്ല ഈ മൊയിലാളിയല്ലേ. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു നിധിയുമായിട്ട് പോകുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പാണ്. കുറെ ദൂരം പോവാണ് കേട്ടോ. പിന്നീട് ഒന്ന് ചായ കുടിക്കാനായിട്ട് വണ്ടിയിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭൂമി കുലുക്കം പോലെ സംഭവിക്കുകയാണ്. മലയുടെ മുകളിൽ നിന്നും ഉരുൾപൊട്ടി അത് താഴെ കുലിക്കുകയാണ്. അതിൽപ്പെട്ട് ഈ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഉണ്ടല്ലോ, അത് നേരെ താഴെ കുലിച്ചു പോയി മണ്ണിനടിയിലായി പോകുന്നത്. ഇതെല്ലാം കണ്ട് നമ്മുടെ രഘു ആകെ തരിച്ചു നിൽക്കുകയാണ്. ഇവരെങ്ങാനും ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൈയും കാലും വിറച്ചുകൊണ്ട് തന്നെ രഘു ഇപ്പൊ പൂജാരി പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുകയാണ്. അതായത് ഇത് നിധിയല്ല, ഇത് വെറും ഒരു മായ മാത്രമാണ്. എന്തായാലും മാരിസ്വാമി കാവലിരിക്കുന്ന ആ സ്വർണവുമായിട്ട് ഒരു കാരണവശാലും ആ നിധിയുമായിട്ട് ഒരിക്കലും ഈ കാട്ടിൽ നിന്നും ഈ നാട്ടിൽ നിന്നും ആർക്കും പോകാൻ കഴിയില്ല. അത് എങ്ങനെയെങ്കിലും അവസാനം ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു വെബ് സീരീസ് ഇവിടെ തീരുകയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.